വെൽക്കം ടു മൈ ചാനൽ ജഹാന ടോട്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 6th ചാപ്റ്ററാണ് ലിവിങ് ഇൻ ഹാർമണി. അപ്പോൾ ഫസ്റ്റ് പേജിലായിട്ട് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒരു അക്വേറിയം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഫിഷിനെ അലൈവ് ചെയ്യുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അക്വാറ്റിക് പ്ലാന്റ്സ് വേണം, വേം വേണം, ഓക്സിജൻ, വാട്ടർ, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് ഈച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ മിസ്സിങ് ഫോർ ദ ഫിഷ് ഇൻ ദ അക്വേറിയം. ഒരു അക്വേറിയത്തിൽ ഫിഷിന് മിസ്സിങ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. അടുത്ത് നോട്ടീസ് ദ പിക്ചർ. ഹൗ മെനി ആർ ദ ഓർഗാനിസംസ് ലിവിങ് ഹിയർ ടുഗദർ? ആർ ദർ ഓൺലി ലിവിങ് ബീങ്സ്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദം. Do all organisms depend on the same abiotic and biotic factors? Which are the biotic and abiotic factors that the crane depends on for existence? എല്ലാ ഓർഗാൻസും ഒരേ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണോ, അബയോട്ടിക്കും ബയോട്ടിക്കും ഫാക്ടേഴ്സ് ആണോ വേണ്ടത്, അതോ ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് വേണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ക്രെയിനിന് ആവശ്യമായിട്ടുള്ള ബയോട്ടിക്കും അബയോട്ടിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ലിസ്റ്റ് ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ദ ഓർഗാനിസംസ് ഇൻ അവർ സറൗണ്ടിങ് ഡിപ്പെൻഡ് ഓൺ ദിയർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്സ്, വേം, ഗ്രാസ് ഹോപ്പർ, ബേർഡ്സ്, ഇതാണ് ഓർഗാനിസത്തിൽ വരുന്നത്. ബയോട്ടിക്കിൽ ഔൾ, റാബിറ്റ്. അബയോട്ടിക്കിൽ എയർ, വാട്ടർ, സൺലൈറ്റ്. ബയോട്ടിക്കിൽ പ്ലാന്റ്സ്, ബയോട്ടിക്കിൽ എയർ, വാട്ടർ, സോയിൽ. ഗ്രാസ് ഹോപ്പറിൽ ബയോട്ടിക്കിൽ വരുന്നത് പ്ലാന്റ്സ്, ഇൻസെക്ട്സ്. അബയോട്ടിക്കിൽ സോയിൽ, സൺലൈറ്റ്, എയർ. അതേപോലെ ബേർഡ്സിൽ ബയോട്ടിക്കായിട്ട് വരുന്നത് പ്ലാന്റ്സ്, ഇൻസെക്ട്സ്. അബയോട്ടിക്കിൽ വാട്ടർ, സൺലൈറ്റ്. എവറി ലിവിങ് ബീങ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്. എല്ലാ ഓർഗാനിസവും അവരുടെ എക്സിസ്റ്റൻസിനായിട്ട് ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്കോസിസ്റ്റം. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ലീവ് ചെയ്യുന്ന നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദ സറൗണ്ടിങ്സ് ആർ ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗദർ ഫോം ദ എക്കോസിസ്റ്റം. ദ ബയോട്ടിക് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും അവിടുത്തെ സറൗണ്ടിങ് ആയിട്ടുള്ള ഓർഗാനിസം വെച്ചിട്ട്. വിച്ച് ആർ ദ എക്കോസിസ്റ്റംസ് ഇൻ അവർ ലൊക്കാലിറ്റി? സാക്രഡ് ഗ്രൂവ്സ്, ഫോറസ്റ്റ്, റിവർ, പാഡി ഫീൽഡ്സ്, ഇതൊക്കെയാണ്. വിസ്റ്റ് എനി വൺ ഓഫ് ദീസ് എക്കോസിസ്റ്റം. ഡോണ്ട് ഫോർഗെറ്റ് ടു മേക്ക് യൂസ് ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഇൻ യുവർ പഞ്ചായത്ത്. വാട്ട് ഓൾ പ്ലാനിങ് മസ്റ്റ് ബി ഡൺ? ഫിക്സ് ദ വെന്യൂ ആൻഡ് ടൈം. സീക്ക് ഹെൽപ്പ് ഫ്രം എക്സ്പേർട്സ്. We record our observation. Tablets, illustration. For food, have you seen water snake capturing a frog? Water snake feeds on frogs. What are the things that frog feeds on? എന്തൊക്കെ തിങ്സാണ് ഫ്രോഗ്സ് കഴിക്കുന്നത്? അങ്ങനെ. അപ്പോൾ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഫ്രം വെയർ ഡസ് ദ ഗ്രാസ് ഹോപ്പർ ഒബ്റ്റെയിൻ ഇറ്റ്സ് ഫുഡ്? ഗ്രാസ് ഹോപ്പറിന് ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ഗ്രാസ്. ലെറ്റ് us illustrate these on the basis how each one become food for another. ഗ്രാസിന് ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പറിന് ഫ്രോഗ്, ഫ്രോഗിന് സ്നേക്ക്, അങ്ങനെയാണ് വരുന്നത്. Aren't there organisms that feed on water snakes? Add them in the illustration. Complete the food relationships using the organisms in the pictures given below. ഈ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫുഡ് റിലേഷൻഷിപ്പിന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാസ്, ഡിയർ, ലയൺ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പ്ലാന്റ്, വേം, ഫൗൾ, ഫോക്സ്. ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ടൈഗർ. ഇതാണ് ഒരു ഫുഡ് റിലേഷൻഷിപ്പ് ഫിൽ ചെയ്തിട്ട്. ദീസ് ടൈപ്സ് ഓഫ് ഫുഡ് റിലേഷൻസ് ആർ കോൾഡ് ഫുഡ് ചെയിൻസ്. ഈ പറയുന്ന ഫുഡ് റിലേഷനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ സച്ച് ഫുഡ് ചെയിൻസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഇതേപോലെ വേറെ കുറേ ഫുഡ് ചെയിൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കാനും പറ്റും.
Write down the initial levels in the food chains you have found out. ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും മെയിനായിട്ട് ഒരു ഇനീഷ്യൽ ലെവലിൽ വരുന്നത് ഫുഡ് ചെയിനിൻ്റെ. വിച്ച് ഓർഗാനിസംസ് ഓക്കുപ്പൈ ദ ടോപ്പ് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ. ടോപ്പ് ലെവലിൽ ഫുഡ് ചെയിനിൽ ടോപ്പ് ലെവലായിട്ട് വരുന്നത് ഏത് ഓർഗാനിസം ആണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് ഓൾവേസ് ഓക്കുപ്പൈ ദ ഫസ്റ്റ് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൽ എപ്പോഴും ഫസ്റ്റ് ലെവൽ പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. ദ ടോപ്പ് ലെവൽ ഈസ് ഓക്കുപ്പൈഡ് ബൈ ദ കാർണിവോർസ്. ഇൻ്റർമീഡിയേറ്റ് വൺസ് മേ ബി ഹെർബിവോർസ്, ഓംനിവോർസ്, അതായത് ഫോക്സ്, സ്നേക്ക്, ടൈഗർ അങ്ങനെയുള്ളത്. ഹൗ മെനി ഫുഡ് റിലേഷൻസ്? നോട്ടീസ് ദിസ് ഇല്ലസ്ട്രേഷൻ. ഈ ഇല്ലസ്ട്രേഷൻ വെച്ച് മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗ്രാസിന് ഗോട്ട് കഴിക്കും, ഗോട്ടിന് ലയൺ കഴിക്കാം, ടൈഗർ കഴിക്കാം, ഹ്യൂമൻ കഴിക്കാം. ലയണിനെ വേണമെങ്കിൽ ഡിയറും കഴിക്കാം. ഈസ് ഇറ്റ് ഓൺലി ദ ഫ്രോഗ് ദാറ്റ് ഈറ്റ്സ് ദ ഗ്രാസ് ഹോപ്പർ? ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് മാത്രമാണോ കഴിക്കാൻ പറ്റുക എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ല, വേറെയുള്ള ഓർഗാനിസമും കഴിക്കാൻ പറ്റുമല്ലോ. വിച്ച് ഓൾ ഓർഗാനിസംസ് ആർ ഈറ്റൺ ബൈ ദ ലയൺ? എല്ലാ ഓർഗാനിസവും ലയണിനെ ഈറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. ഹൗ മെനി ഫുഡ് ചെയിൻസ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ്? എത്ര ഫുഡ് ചെയിൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഈ ഒരു ഫ്ലോ ചാർട്ടിന്? രണ്ടാമത് സയൻസ് റൈഡ്. മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗദർ ടു ഫോം ദ ഫുഡ് വെബ്. ഇൻ നേച്ചർ വി ക്യാൻ സി മെനി ഫുഡ് വെബ്സ്. കുറേ ഫുഡ് ചെയിന് ജോയിൻ ചെയ്തിട്ട് ഒരു ഫുഡ് വെബ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇൻ നേച്ചറിൽ നിറയെ ഫുഡ് വെബിനെ നമുക്ക് കാണാൻ പറ്റും. Producers and consumers. We have found that the first level of any food chain is always occupied by green plants. എല്ലാ ഫുഡ് ചെയിനിൻ്റെയും ഫസ്റ്റ് ലെവൽ പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ്? ഡിസ്കസ് ദിസ് മാറ്റർ ഇൻ കണക്ഷൻ വിത്ത് ദ ഐഡിയ ഓഫ് ഫോട്ടോസിന്തസിസ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സോ ദേ ആർ നോൺ ആസ് പ്രൊഡ്യൂസേഴ്സ്. ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. Organisms that depend on other organisms for their food are called consumers. ഒരു ഓർഗാനിസംസ് വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ പറയുന്നത്. ഇപ്പോൾ മനുഷ്യന്മാർ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണു, അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യണു ഫോർ ഫുഡ്. അതിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഡു ലയൺ ആൻഡ് ടൈഗർ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഓർ ഫുഡ്? ലയണും ടൈഗറും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതാണ് ചോദിക്കുന്നത്. വേർ ഡു ദ അനിമൽസ് പ്രേഡ് അപ്പ് ഓൺ ബൈ ദ ലയൺ ആൻഡ് ടൈഗർ ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം? ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാറ്റ് ഓൾ ഓർഗാനിസംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ഗ്രീൻ പ്ലാന്റ്സ് ഫോർ ഫുഡ്. എല്ലാ ഓർഗാനിസവും ഡയറക്റ്റായിട്ടോ ഒരു ഇൻഡയറക്റ്റായിട്ടോ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡിന് വേണ്ടിയിട്ട്. Mixing with the soil. Green plants need certain nutrition to prepare food and grow. The plants continuously absorb these nutrients from the soil. Still, how do these? ഒരു ട്രീന്ന് ഫോൾ ചെയ്ത ലീവ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നതാണ് ഒരു ഒബ്സർവേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മരത്തിൽ നിന്ന് കുറച്ച് ഇല വീണ് കഴിഞ്ഞാൽ പിന്നെ അത് സോയിലിൽ ഡിസോൾവ് ആയിട്ട് ന്യൂട്രീഷ്യൻസ് ആയിട്ട് മാറും. What happens to the body parts of the plants and animals when they die? എന്താണ് ബോഡി പാർട്സ് ഓഫ് പ്ലാന്റ്സിൻ്റെ അനിമൽസിൻ്റെയും മരിച്ച ബോഡി പാർട്ട് സോയിലിൽ അലിഞ്ഞു ചേരും. അതാണ് പറയുന്നത്. ഡീകമ്പോസേഴ്സ്. മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗി break organic remains and add them to the soil, so they are called decomposers. ഡീകമ്പോസേഴ്സിന് എന്താണ് പറയുന്നത്? മൈക്രോ ഓർഗാനിസംസ് പറയുമ്പോൾ ബാക്ടീരിയ, ഫംഗി, ബ്രേക്ക് ഓർഗാനിക് റിമെയിൻസ് ആൻഡ്, അതായത് ബാക്ടീരിയ, ഫംഗി പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് സോയിലിൽ ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ദ ന്യൂട്രീഷ്യൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡീകമ്പോസിഷൻ ഫർദർ ബിക്കമിങ് അവൈലബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഈ ഡീകമ്പോസേഴ്സ് സോയിലിക്ക് ന്യൂട്രീഷനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിന് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അത് ആവശ്യമാണ് ഈ ന്യൂട്രീഷ്യൻസ്. Analyze the illustration given below and explain the relations among producers, consumers and decomposers. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ഡീകമ്പോസേഴ്സിൻ്റെയും ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ പറയുന്നത്. സിമ്പിളായിട്ട് ലൈഫ് സൈക്കിൾ പോണ ഒരു ഫ്ലോ ചാർട്ടാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ്
പ്ലാന്റ്സ് സ്വന്തം ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. കൺസ്യൂമർ പറയുമ്പോൾ മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ ഡിപ്പെൻഡ് ചെയ്യും പ്രൊഡ്യൂസറിനെ. അങ്ങനെ കൺസ്യൂമർ ഡിപ്പെൻഡ് ചെയ്തു. കൺസ്യൂമേഴ്സ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് മരിച്ചത് മണ്ണിൽ ഡീകമ്പോസ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ആ ഡീകമ്പോസിഷൻ സോയിലിൽ ന്യൂട്രീഷ്യൻസ് ആയിട്ട് അലിഞ്ഞു ചേരും. ആ ന്യൂട്രീഷ്യൻസ് പിന്നെയും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. പിന്നെയും പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കണു, കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യണു. അങ്ങനെ ഈ ഒരു ഫ്ലോ ചാർട്ട് അങ്ങനെ സൈക്ലിക്കായിട്ട് പോകണം. When we intervene in nature, it must be too clear to you by now that producers, consumers, decomposers and the abiotic factors are all part of the ecosystem. അതായത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും എല്ലാം എക്കോസിസ്റ്റത്തിൻ്റെ പാർട്സാണ്. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ എക്കോസിസ്റ്റം വെൻ എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ ഓൾട്ടേർഡ്. ഇതിലേതെങ്കിലും ഒരു കൺസ്യൂമേഴ്സിന് ഡീകമ്പോസേഴ്സിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എന്താണ് എക്കോസിസ്റ്റത്തിൽ സംഭവിക്കുക? മെനി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് കോസ് ഡിസ്ട്രക്ഷൻ ടു ദ എക്കോസിസ്റ്റം. മനുഷ്യൻ്റെ പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനെ എക്കോസിസ്റ്റത്തിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നെ വളരെയധികം കൂടുതലാണ്. The problems caused by the leveling of land and filling of paddy fields based on the indicators given below, write them down in the science diary. Which ecosystems destroyed by these activities? What all organisms lose their habitats? Which organisms would face scarcity of food? How do these activities affect the availability of abiotic factors necessary for the growth of plants? We have found that all organisms, including producers, consumers, and decomposers, are interdependent. The importance of keeping and preserving each of them may be presented in a similar. There are many instances of the adverse effect of human interventions in the ecosystem. Suggest remedial measures for these interventions in our seminar. അതായത് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലത്തെ നമ്മളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ സ്ഥലത്തിനെ നിരപ്പാക്കണം. അപ്പോൾ അവിടെ എക്കോസിസ്റ്റത്തിൽ അതായത് അതിലത്തെ ഒരു എക്കോസിസ്റ്റം പോകാനുള്ള കാരണം പ്ലാന്റ്സ് ആണ് മറ്റുള്ളവർക്ക് ഫുഡ് തരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഇല്ലാണ്ടായ എക്കോസിസ്റ്റത്തിൽ തന്നെ നല്ല വിട്ടുവീഴ്ച സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കൺസ്യൂമേഴ്സ് ആണെങ്കിലും ഡീകമ്പോസേഴ്സ് ആണെങ്കിലും ഒന്നിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ നഷ്ടപ്പെടുകയോ കൺസ്യൂമർ ഇല്ലാണ്ടാവുകയോ ഒക്കെ എക്കോസിസ്റ്റത്തിനെ തന്നെ വലുതായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു പ്രതികരണം എല്ലാ ജീവജാലങ്ങളെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ലാസ്റ്റായിട്ട് ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്.